ഇന്നെനിക്കൊരാഗ്രഹം ചക്കവരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന്. എന്നാൽ പിന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇതെൻ്റെ പ്ലാവിലെ അവസാനത്തെ പഴുത്തയൊക്കെയാണ്. ഞാൻ ആ പഴുത്തയൊക്കെ എടുത്ത് നന്നായി വേവിച്ച് മിക്സിയിലടിച്ച് ചക്കവരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തെല്ലാം പാനിലൊഴിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പരുവം അങ്ങ് വിട്ടുപോകും. ഇളക്കിലാണ് ഇതിൻ്റെ ഒരു ഗുണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് കൂടുതലും വെള്ളത്തിൻ്റെ അംശമല്ലേ, ഇതിങ്ങനെ നല്ലപോലെ വറ്റണം. നല്ല വറ്റി കുറുകി വരുന്ന സമയം ഇളക്കിയിരിക്കണം. ഞാനിത് ശർക്കര പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. ശർക്കര പൊടി ഇടാം, അല്ലെങ്കിൽ നമുക്ക് ശർക്കര പാവ് കാച്ചി ഒഴിക്കുകയും ചെയ്യാം, പാനിയാക്കാം. ശർക്കര പാവെന്നും പാനിയെന്നും ഒക്കെ പറയും. പാനിയാക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളമാകുമല്ലേ. പൊടിയാകുമ്പം നമുക്കൊരു ഗുണമുണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഇളക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ആ പൊടിയാണ് തിരഞ്ഞെടുത്തത്. ശർക്കര പൊടി ആക്കിയെടുത്തു, നല്ല പൊടിയാണ്. അതിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി മൂപ്പെത്തുക എന്ന് പറയും. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാനിൽ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി, ഏലക്കാപ്പൊടി. നമുക്കിനി ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിനകത്താണ് ഇതിൻ്റെ ഗുണം. നമ്മുടെ പാനിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നാലും കുറച്ചുകൂടി മൂത്ത് വരാനുണ്ട്. ഒരു പരുവത്തിലെത്തിക്കണം ഇതിനെ. കണ്ടോ, ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഈ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ല മണം വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുമൊക്കെ നല്ല ഇഷ്ടമാണ്. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു പലഹാരം തന്നെയാണ്. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് നന്നായിട്ട് മൂപ്പെത്തിയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുക്കണം. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ജാറിലാക്കി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 വർഷം വരെയൊക്കെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുവരെ ഒന്നും ഇരുത്തത്തില്ലല്ലോ. കാരണം നമ്മളിതിനെ ഒന്നുകിൽ ഇത് സ്പൂണിൽ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് അരിപ്പൊടിയോ ഗോതമ്പൊടി മാവിൽ ആക്കിയിട്ട് നമുക്കിത് അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വിഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ ചക്ക സീസൺ ആകുമ്പോൾ എല്ലാ വീട്ടിലും ഒരിക്കലെങ്കിലും ഒരു ചക്കവരട്ടി ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുറച്ചുകൂടി ഉണ്ടല്ലോ. അവസാനമായപ്പോൾ ഞാനൊന്നുകൂടെ ഈ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ചക്ക സീസണിൽ. ഇപ്പം എൻ്റെ പ്ലാവിലെ ചക്കയൊക്കെ തീർന്നു. ചക്ക സീസണിൽ ഇതുണ്ടാക്കി നോക്കാം. ഓക്കെ.